പ്രിയപ്പെട്ടവരെ, ഒത്തിരി വേദനയോടുകൂടെയാണ് ഷിൻസച്ചൻ്റെ മരണത്തെ ഉൾക്കൊള്ളുന്നത്. ഷിൻസച്ചൻ വൈദികനായ സമയം മുതൽ ഇവിടെ വീട്ടിൽ വരുമ്പോഴൊക്കെ അച്ഛൻ്റെ ആശ്രമത്തിൽ തൊട്ടടുത്തുള്ള ആ വിലാസദനിൽ വരികയും പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ലൊരു വൈദികനായിരുന്നു. എപ്പോഴും ചിരിച്ചുകൊണ്ട് വളരെ പ്രസാദാത്മകമായി ഇടപെടുന്ന ഒരച്ഛനായിരുന്നു. അച്ഛൻ ഓർക്കുന്നു, ഏറ്റവും ഒടുവിൽ അച്ഛൻ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന ആ ദേവാലയത്തിൽ നിന്ന് യുവജനങ്ങളെയുമായി എടൂര് വന്നപ്പോൾ അവരെല്ലാവരെയും ആ വിലാസദനിൽ കൊണ്ടുവരികയും അവരെ അവിടെ പ്രാർത്ഥിപ്പിക്കുകയും ഒക്കെ ചെയ്ത് എല്ലാവരെയും വ്യക്തിപരമായിട്ട് മുറിയിൽ കാണുന്നതിന് വേണ്ടി ഒരുമിച്ച് മുറിയിൽ കൊണ്ടുവരികയും അവർക്കെല്ലാവരെയും വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ബ്ലെസ് ചെയ്യണമെന്നും ഒക്കെ പ്രത്യേകമായി ആവശ്യപ്പെടുകയും ചെയ്ത ഒരു സമയത്താണ് അച്ഛൻ ഷിൻസച്ചനെ അവസാനമായിട്ട് കാണുന്നത്. അതുപോലെ തീക്ഷ്ണമതിയായ ഒരു വൈദികൻ്റെ വിയോഗത്തിൽ വളരെയേറെ വേദനിക്കുകയും അച്ഛൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അച്ഛൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചിക്കും സഹോദരങ്ങൾക്കുമെല്ലാം ആ വിലാസദൻ്റെ എല്ലാ ശുശ്രൂഷകരുടെയും അച്ഛൻ്റെയും വ്യക്തിപരമായിട്ടുള്ള പേരിലുള്ള അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു. നമുക്ക് വേണ്ടി ഷിൻസച്ചൻ സ്വർഗത്തിലിരുന്ന് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും എന്ന് ഉറപ്പായിട്ട് നമുക്ക് വിശ്വസിക്കുകയും അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.